കോൺഗ്രസുകാരെ പോലും അമ്പരിപ്പിച്ച വമ്പിച്ച ജയമാണ് ജനം അവർക്ക് സമ്മാനിച്ചത്. അത് അവരോടുള്ള താല്പര്യം കൊണ്ടാണോ മറ്റ് ഗത്യന്തരങ്ങളൊന്നുമില്ലാത്തത് കൊണ്ടാണോ എന്ന് വിലയിരുത്തേണ്ടത് വിജയത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ്. UDFന് 41.20% വോട്ട് വിഹിതം ലഭിച്ചു. LDFന് ലഭിച്ചത് 35.95% NDAക്ക് നേടാനായത് 15.5% വോട്ടാണ്. UDFന് ഇത്തവണ LDFനേക്കാൾ 28,75,000-ലധികം വോട്ടുകൾ ഭൂരിപക്ഷം ലഭിച്ചു. 2020 LDF തകർപ്പൻ വിജയം കൈവരിച്ചപ്പോൾ UDFനേക്കാൾ 1.66% വോട്ടിൻ്റെ മേൽക്കൈ മാത്രമാണ് നേടിയത്. മുനിസിപ്പാലിറ്റികളിൽ മാത്രം UDFന് LDFനേക്കാൾ 9.12% അധികം ലഭിച്ചു. ഇത്രയും വലിയ വിജയം കൈവരിച്ച UDFന് അടുത്ത 6 മാസക്കാലം പരീക്ഷാക്കാലമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വോട്ട് കുത്തി ജയിപ്പിച്ച ജനം കാത്തിരിക്കും, വിലയിരുത്തും. എങ്ങനെയാണ് തങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടവര് പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ. ഭരിക്കുകയാണോ സേവിക്കുകയാണോ എന്നാണ് അവർ നോക്കുക. ഐക്യത്തിലാണോ കഴിയുന്നത്, തമ്മിലടിക്കുകയാണോ എന്നവർ പരിശോധിക്കും. ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും നടക്കാൻ പോകുന്ന നിയമസഭാ പരീക്ഷയിലെ സമ്മതിദായകരുടെ വോട്ടുകുത്തൽ.